So here the third unit, Quest for a Theory of Everything by Stephen Hawking. അല്ലെ, ഒരു പ്രൊഫൈലാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈലിനകത്ത് ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. കഥ സുഖമാണ്, പക്ഷെ നമ്മൾ ആ ടെക്സ്റ്റ് വായിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായി നമുക്ക് ഫീൽ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ട സാധനം ഞാൻ പറയട്ടെ. നിങ്ങൾ എന്ത് പഠിക്കേണ്ടതെന്ന് അറിയോ? ഇതിനകത്ത് ഒരു ചോദ്യ രൂപേണ ഇത് വരുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് വരാറുള്ളത് പ്രിപ്പയർ എ ബ്രീഫ് അസസ്മെന്റ് ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് ഒരു എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് എഴുതാനുള്ള ഒരു കണ്ടന്റ്, അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി അസസ്മെന്റ് നിങ്ങൾ അവിടെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അതായത് ഒരുപാട് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രൂപേണയാണ് ഇവിടെ തന്നെന്നുണ്ടെങ്കിലും എക്സാമിന് ചോദിക്കുന്നതായിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയി നമ്മൾ പഠിക്കേണ്ട സംഗതി സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ, അല്ലെ, ഒരു ലൊക്കേഷൻ പ്രൊഫസർ ആയിരുന്നു, അദ്ദേഹം ഒരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യാണ്, കോക്രോഫ് ലെക്ചർ റൂമിൽ തൻ്റെ മുന്നിലിരിക്കുന്ന സയൻറ്റിസ്റ്റിനെ ഓഡിയൻസിനൊക്കെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അദ്ദേഹം ഒരു വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹം അവിടെ നിന്ന് പറയാനുള്ള അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൊന്നും അല്ല അദ്ദേഹം, അല്ലേ. ദെൻ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ് എന്ന കാര്യം അവിടെ പറയുന്നുണ്ട്. ദെൻ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു ഇസ് ഇറ്റ് ദ എൻഡ് ഓഫ് തിയററ്റിക്കൽ ഫിസിക്സ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ രൂപേണ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം ഒരു യാത്രയിലേക്ക് എല്ലാവരെയും കൂടെ ക്ഷണിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം തൻ്റെ ബാല്യകാലത്തെ കുറിച്ച് പറയുന്നു, അല്ലെ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ഫ്രാങ്ക് ഇസബൽ ഹോക്കിങ്. അവർ എഡ്യൂക്കേറ്റഡ് അല്ലായിരുന്നു എന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യത്തിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ആളുകളാണ്. അങ്ങനെ ആ രണ്ടുപേരും ലണ്ടൻ്റെ മിഡിൽ ഓഫ് ദി ഹാർട്ട് ഓഫ് ദ ലണ്ടനിലുള്ള സ്കൂളിൽ തന്നെ പഠിപ്പിക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷെ അവിടെ ആ ഒരു എക്സാം, ഒരു എൻട്രൻസ് പോലെ ഒരു എക്സാമൊക്കെ ഉണ്ടായിരുന്നു. അത് നടക്കുന്ന സമയം ഇവനൊരു ഫീവർ പിടിപെടുന്നു. അവനത് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ദെൻ അവിടെയുള്ള വേറൊരു സ്കൂളിനകത്ത് ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പഠിപ്പിക്കുന്നു. സ്റ്റീഫൻ ഹോക്കിങ് അത് കഴിഞ്ഞ് അവൻ്റെ സ്റ്റഡീസ് മുഴുവൻ എവിടെയാണ് ചെയ്യുന്നത്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ കാംബ്രിഡ്ജിലുമായിട്ട് ചെയ്യുന്നതല്ലേ. ഓക്സ്ഫോർഡിൽ പഠിക്കുന്ന സമയത്ത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രത്യേകതകൾ എന്തായിരുന്നു? അവൻ ഭയങ്കര വിറ്റിയായിരുന്നു, ഭയങ്കര സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഭയങ്കരമായിട്ട് ഒരു ബൊയൻ്റ് ആയിട്ടുള്ള അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ദെൻ അവിടെ ഓക്സ്ഫോർഡിലെ ഒരു തേർഡ് ഇയർ ആകുമ്പോഴേക്ക് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ ഷൂസിൻ്റെ ലേസ് കെട്ടാനും നടക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങുന്നുണ്ട്. ദെൻ അവൻ എന്ത് ചെയ്യുകയാണ്, ഒരു എക്സാം നടക്കുന്ന ആ ഒരു ഇൻ്റർവ്യൂക്കകത്ത് അവിടുത്തെ ഇൻ്റർവ്യൂ ബോർഡ് എന്ത് ചെയ്യാണ്, അവനെ വിളിക്കുന്നുണ്ട്. ഒരു ബോർഡർ ലൈൻ റിസൾട്ടാണ് അവന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇൻ്റർവ്യൂ ബോർഡ് അവനെ വിളിക്കുന്നു. അവിടെ അവൻ്റെ കോമഡി, ഹി വാസ് വെരി ഫേമസ് ഫോർ ഹിസ് വിറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ആ ഒരു വിറ്റ് കൊണ്ട് തന്നെ അവൻ അവിടെ രക്ഷപ്പെടുന്നുണ്ട്. അവൻ ആ ഇൻ്റർവ്യൂ ബോർഡിനോട് പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് ഫസ്റ്റ് തരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ കാംബ്രിഡ്ജിലേക്ക് പോകും, അതേപോലെ ഐ വിൽ ബി ഹിയർ. അല്ലാന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഹാസ്യ രൂപേണ അവരത് എടുത്തിട്ട് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, കാംബ്രിഡ്ജിൽ അഡ്മിഷൻ കിട്ടുന്നുണ്ട്. അവിടെ നിന്നാണ് ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവന് കൂടുതലായിട്ട് അനുഭവിക്കുന്നത്, അല്ലേ. 21st ഏജിലാണ് അവനൊരു രോഗം പിടിപെടുന്നുണ്ട്. ആ രോഗത്തിൻ്റെ പേര് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കുന്നു കരുതുന്നു. എന്തായിരുന്നു പേര്? യെസ്, അമ്യോട്രോപിക് ലാറ്ററൽ സ്ക്ലെറോസിസ്. ആ ഒരു രോഗം അവനെ ബാധിക്കുന്നുണ്ട്. ആ രോഗം ബാധിച്ചു അവൻ്റെ സ്പൈനൽ കോഡിലെ ബ്രെയിനിലൊക്കെ നെർവ്സ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു രോഗമായിരുന്നു അത്. അങ്ങനെ ഹോസ്പിറ്റലുകളും കാര്യങ്ങളൊക്കെ ആയി ഇങ്ങനെ പോകുന്നു. അതിനിടയിലാണ് ജെയിൻ വൈൽഡ് എന്ന് പറയുന്ന തൻ്റെ ഒരു കോളേജ് മേറ്റ് ആയിട്ടുള്ള ഒരു ലേഡീനെ കാണുന്നുണ്ട്. അവരുമായിട്ട് അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട്ലി ആയി, ഫ്രണ്ട്ഷിപ്പും ഗ്രാജുവലി വളർന്ന് എന്തായി മാറി, അവരെ മാരി ചെയ്യുന്നുണ്ട്. ദെൻ ജെയിൻ വൈൽഡ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇസ് ഇമ്പോർട്ടൻറ്റ് ഹിയർ. ജെയിൻ വൈൽഡിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് എക്സാമിന് മേ ബി ചോദിക്കാറുണ്ട്. ഒരു ചെറിയൊരു പാരഗ്രാഫ്, ഒരു 4 മാർക്സിനൊക്കെ അവിടെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ജെയിൻ വൈൽഡ് ഒരു ഷൈ ടീനേജറാണ്, പക്ക ഒപ്റ്റിമിസ്റ്റിക് ആണ്, പയസ് ആണ്. ഷി വാസ് എ ഗ്രേറ്റ് ബിലീവർ ഓഫ് ഗോഡ്. അതായത് ഗുഡ് വിൽ കം ഔട്ട് ഓഫ് എനി അഡോസിറ്റി എന്ന് പറയുന്നുണ്ട്. നന്മ ഏത് തിന്മേനെയും എന്ത് പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ ഓവർകം ചെയ്തിട്ട് ആര് വരും, നന്മ വരും എന്നുള്ള പക്ക ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു ജെയിൻ വൈൽഡ്. ജെയിൻ വൈൽഡ് ആണ് ശരിക്കും സ്റ്റീഫൻ ഹോക്കിങ് ആ 21st ഇയേഴ്സ് ആയിരുന്ന സമയത്ത് തന്നെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതിനെയൊക്കെ ഓവർകം ചെയ്ത് വന്നെങ്കിൽ അതിൻ്റെ ഒരു കാരണക്കാരി എന്ന് പറയുന്നത് ശരിക്കും ഇവരുടെ സപ്പോർട്ടോട് കൂടെയാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, സ്റ്റീഫൻ ഹോക്കിങ് കണ്ടിന്യൂഡ് ഹിസ് സ്റ്റഡീസ്, അല്ലേ. PhD ചെയ്യുന്നു, ഒരുപാട് സ്കോളർഷിപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അവിടെ പറയുന്നുണ്ട്. സോ ദെൻ ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന ആ ഒരു വർക്കിൻ്റെ
ആ ഒരു പബ്ലിക്കേഷനും കൂടെ നിങ്ങൾ അവിടെ പഠിക്കണം. ഒരുപാട് പാരഡോക്സുകൾ അതിലുണ്ടായിരുന്നു. ദെൻ ഈ അമ്യൂട്രോപിക് ലാറ്ററൽ സ്ക്ലെറോസിസ് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഒരു ട്രാക്യോട്ടമി ഓപ്പറേഷനൊക്കെ നടക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന് സ്വിറ്റ്സർലാൻഡിൽ നിന്നാണല്ലേ, ന്യൂമോണിയ ബാധിക്കുന്നു, ട്രാക്യോട്ടമി ഓപ്പറേഷൻ നടക്കുന്നു, അദ്ദേഹത്തിൻ്റെ വോയിസ് സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നു. തന്നെ ഒരു ഈക്വലൈസറിൻ്റെ സഹായത്തോടു കൂടിയൊക്കെയാണ് അദ്ദേഹം അവിടെ നടക്കുന്നത്. അങ്ങനെ ഒരു കേട്ടിരിക്കാൻ ഭയങ്കര മോട്ടിവേഷണൽ ആയിട്ടുള്ളൊരു കണ്ടൻ്റാണ്. അതാണെങ്കിൽ പോലും ഇതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം വളരെ കുറവായിരിക്കും. പഠിച്ചിരിക്കേണ്ട സംഗതി സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് എഴുതാൻ വേണ്ടി ഒരു പേഴ്സണാലിറ്റി അസസ്മെൻറ്റ്, അദ്ദേഹം ഹി വാസ് എ മാൻ ഓഫ് ഡിറ്റർമിനേഷൻ ആൻഡ് കോൺഫിഡൻസ് എന്നുള്ള രൂപേണ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് അദ്ദേഹത്തെക്കുറിച്ചൊരു നോട്ട് നമ്മൾ പഠിക്കണം. അത് പഠിച്ചു വെച്ചാൽ തന്നെ ഈ ഒരു യൂണിറ്റിനകത്ത് നിന്ന് വരുന്ന സകല ചോദ്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ ഇനിയൊരു യൂണിറ്റ് നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ഇതിനകത്ത് നിന്ന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു സ്പീച്ച് ക്വസ്റ്റ്യനാണ്, ഏതെങ്കിലും ഒരാളെ കോൺഫിഡൻസ്, ഈ ഇമ്പോർട്ടൻസ് ഓഫ് കോൺഫിഡൻസിനെ കുറിച്ച് ഒരു സ്പീച്ച് എഴുതാനോ എസ്സേ എഴുതാനോ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമ്മളവിടെ പ്രതീക്ഷിക്കണം. ഒരുപാട് തവണ എക്സാമിന് വന്ന ചോദ്യം എന്താണെന്നറിയോ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ബിഫോർ ദിയർ എക്സാമിനേഷൻ യു ജസ്റ്റ് ഇമാജിൻ ദാറ്റ് യു ഗോട്ട് എ ചാൻസ് ടു ഇന്ററാക്ട് വിത്ത് ദം. നിങ്ങൾക്ക് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണ്. അപ്പോൾ അവരുടെ മുന്നിൽ നിങ്ങൾ തയ്യാറാക്കാൻ സാധ്യതയുള്ളൊരു സ്പീച്ച്, അതല്ലെങ്കിൽ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് റിലേറ്റഡ് ആയിട്ട് ഒരു സ്പീച്ച് ക്വസ്റ്റ്യൻ വിൽ ബി ദർ. അപ്പോൾ അത് പഠിക്കാതെ പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറയുക, ഈ സ്പീച്ച് ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 2 or 3 ഒരു മോട്ടിവേഷണൽ കോട്ട് പഠിച്ചു വയ്ക്കുക. ആ കോട്ട് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രസംഗം തുടങ്ങുമ്പോൾ ആളുകളെ ഒന്ന് ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോട്ട് വെച്ച് നമുക്ക് തുടങ്ങിക്കൂടെ. ആ ഒരു സല്യൂട്ടേഷനും കാര്യങ്ങളും നമ്മൾ ആ ഒരു ഇൻട്രോഡക്ടറി പാർട്ട് കഴിഞ്ഞതിന് ശേഷം അത് ചെയ്തുകൂടെ. നമ്മുടെ സ്പീച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മോട്ടിവേഷണൽ കോട്ടൊക്കെ കൊടുത്തുകൂടെ. സക്സസ് ഈസ് നോട്ട് ഫൈനൽ, ഫെയിലിയർ ഈസ് നോട്ട് ഫെറ്റാൽ, ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ് എന്നൊക്കെ പറയുന്നില്ലേ. ഒരു 2 or 3 മോട്ടിവേഷണൽ കോട്ട് പഠിച്ചു വയ്ക്കുക. ആ കോട്ടൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ സ്പീച്ചിനകത്ത് കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അത് പഠിക്കാതെ പോകരുത്. സീരിയസ് കൺസേൺ ആണ്. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു പാഠഭാഗം ബേസ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ഐ വിൽ ഫ്ലൈ, ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിഥിങ് ആൻഡ് ഇഫ്, 4 പാഠഭാഗങ്ങളെ കൂടെ ബേസ് ചെയ്തിട്ട് 1ാമത്തെ യൂണിറ്റ് ബേസ് ചെയ്തിട്ട് വരാൻ സാധ്യതയുള്ള ഒരു സ്പീച്ച് ക്വസ്റ്റ്യൻ ആണ്, ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഏത് ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ്നസ് ഓർ ദ ഇമ്പോർട്ടൻസ് ഓഫ് കോൺഫിഡൻസ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരിക. ആ ചോദ്യം ഏത് രീതിയിലും വരാം. അതായത് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ മുന്നിൽ, ഒരു വിഭാഗം ആളുകളുടെ മുന്നിൽ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ലാൻഡ് സ്ലൈഡോ ഒരു ഇഷ്യൂസോ ഒക്കെ ഉണ്ടായി, അതിൽ വീടും നാടും ഒക്കെ നഷ്ടപ്പെട്ട ആളുകളാണ്, അവരുടെ മുന്നിൽ എന്തെങ്കിലും ഒരു 2 വാക്ക് സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ ഈ 3 പാഠഭാഗത്തിൽ നിന്ന് വരിക. ഇത് പഠിക്കുക. ഇത് നിങ്ങൾക്ക് അറിയുമെന്നാണെന്നുണ്ടെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ഒരു ചോദ്യം അവിടെ വരാനില്ല. ശരിക്കും അത് പഠിച്ചു വയ്ക്കുക. സോ സീ യു ഇൻ അനദർ വീഡിയോ. ടിൽ ദെൻ ബൈ. താങ്ക് യു.